മക്കളെ, ഇന്ന് നമുക്ക് ഹാച്ചി കി കഹാനി എന്ന കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പിള്ളേക്കോ ഭാഗ്യക്കാ മാരാ ക്യോ കഹാ ഗയാ ഹെ എന്നാണ് ചോദ്യം. പിള്ള എന്ന പട്ടിക്കുഞ്ഞിനെ ഭാഗ്യക്കാമാര എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പട്ടിക്കുഞ്ഞിനെ ഭാഗ്യക്കാമാര എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിള്ളേക്കോ ഭാഗ്യക്കാമാര ക്യോ കഹാ ഗയാ ഹെ, ആ ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യോങ്കി വഹ് അകേല ഓർ ബേസഹാരാ താ, എന്തുകൊണ്ടെന്നാൽ അത് ഒറ്റയ്ക്കും ആശ്രയമില്ലാത്തതുമായിരുന്നു. അതൊറ്റയ്ക്കായിരുന്നു, അത് ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഭാഗ്യക്കാമാര എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിന് ഹാച്ചി എന്നാണ് പേര്. അപ്പോൾ ആ ഹാച്ചി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭാഗ്യം എന്നാണ് അല്ലേ. ഉസ്കാ നാം കാ അർത്ഥ ഭാഗ്യത, അതിൻ്റെ പേരിൻ്റെ അർത്ഥം ഭാഗ്യം എന്നായിരുന്നു. ലേക്കിൻ വഹ് അകേല ഓർ ബേസഹാരാത, അത് ഒറ്റയ്ക്കും ആശ്രയമില്ലാത്തതുമായിട്ടാണ് കാണപ്പെട്ടത്. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്? ഭാഗ്യക്കാമാര എന്ന് പറഞ്ഞത്. ഇത്ര മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ ആൻസറായിട്ട് പിള്ളേക്കോ ഭാഗ്യക്കാമാര ക്യോം കഹാ ഗയാ ഹെ ചോദിച്ചാൽ क्योंकि वह अकेला और बेसहारा था, इसलिए पिल्ले को भाग्य का मारा कहा गया है. അത്രയും എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, പ്രൊഫസർ കെ പരിജൻ ഹാച്ചി കോ ജബരൻ ഗർ ലേ ഗയേ ക്യോ? പ്രൊഫസറിൻ്റെ ആളുകൾ ഹാച്ചിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താണ് അതിന് കാരണം? നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? പ്രൊഫസർ കാ ദഫ്തർ മേ നിധൻ ഹോ ഗയാ താ, പ്രൊഫസർ ഓഫീസിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. और वह कभी वापस नहीं आने वाले थे, അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് പരിജനങ്ങൾ എന്ത് ചെയ്തത്? ഹാച്ചിയെ അവിടെ നിന്ന് കൊണ്ടുപോയത് അല്ലേ. അപ്പം എന്താണ് ആൻസറായിട്ട് വരുന്നത്? പ്രൊഫസർ കാ ദഫ്തർ മേ നിധൻ ഹോ ഗയാ താ और वह कभी वापस नहीं आने वाले थे, इसलिए എന്നും കൂടെ എഴുതിയാൽ മതി കേട്ടോ. അത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, सर्दी गर्मी बरसात बर्फ हाची को इन सब से कोई फर्क नहीं पड़ा, इससे क्या तात्पर्य है? തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ്, ഇതൊന്നും ഹാച്ചിയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ഇസ്സേ ക്യാ തത്പര്യ ഹെ, ഇതിൽ നിന്നും എന്താണ് അർത്ഥമാകുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, ഹാച്ചി കാ ഏകമാത്ര ലക്ഷ്യ പ്രൊഫസർ കാ ഇന്തസാർ കർണാത, ഹാച്ചിയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നതായിരുന്നു. പ്രൊഫസർ കാ ഇന്തസാർ കർണ, പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുക. ശാരീരിക കഷ്ട യാ പ്രാകൃതിക ചുനൗതിയാം, ശാരീരികമായിട്ടുള്ള കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ പ്രകൃതിയുടെ വെല്ലുവിളികളും ഉസ്കേലിയെ അവൾക്ക് കുച്ച് ബി നഹീദ, ഒന്നും തന്നെ ആയിരുന്നില്ല. അതുകൊണ്ടൊന്നും അവളെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് എന്താണ്? പ്രൊഫസറിനെ കാത്തിരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. മരേ ഹുയെ ഹാച്ചി കി ഗുലി ആങ്കോമേ ജൈസേ അബ് ബി ഇന്ദസാർദ വിചാർ കരേ, മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നാലാമത്തെ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. യഹ് വാക്യ ബഹുത്ത് ഭാവനാത്മക ഹെ और यह दर्शाता है कि हाची ने अंतिम सांस तक अपने मालिक की प्रतीक्षा की, ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ഹാച്ചി അന്തിം സാസ് തക്ക്, അവസാന ശ്വാസം വരെ അപ്പനെ മാലിക്ക് പ്രതീക്ഷാക്കി,
സ്വന്തം മാലിക്കിനെ, സ്വന്തം യജമാനനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ഉസ്കി ഗുലി ആങ്കേം യഹ് സങ്കേത് ദേത്തി ഹെ കി, അവളുടെ തുറന്ന കണ്ണുകൾ ഈ ഒരു സൂചനയാണ് നൽകിയിരുന്നത്. വഹ് മർനെ കെ ബാദ് ബി ജൈസെ അപ്പനെ പ്രിയ പ്രൊഫസർ കെ ലൗട്നെ കി പ്രതീക്ഷാമേം ഥ, മരിച്ചതിന് ശേഷവും അവൾ പ്രൊഫസറിന്റെ പ്രതീക്ഷയിലായിരുന്നു എന്നാണ് അവളുടെ തുറന്ന കണ്ണുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. घटनाओं के क्रमानुसार चित्र को नंबर दे और പ്രസംഗാനുകൂൽ വാക്യ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഘടന ക്രമാനുസാർ, ക്രമം അനുസരിച്ചിട്ട് ചിത്രത്തിന് നമ്പർ കൊടുക്കുക. താഴെ ഇവിടെ ഘടന തന്നിട്ടുണ്ട്, സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഒന്നാമത്തെ നമ്പർ ആണല്ലോ, 1, 2, എത്ര ഉണ്ട്, 3, 4, 5, 6 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ 6 പോയിന്റിന്റെ ചിത്രങ്ങൾ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ. അപ്പം നമ്മൾ ഓരോ സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ചിത്രം ഏതാണോ, അതിനർത്ഥമാക്കുന്ന ചിത്രം ഏതാണോ അതിലേക്ക് ഇവിടെയുള്ള സെൻറ്റൻസിൻ്റെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. ഹാച്ചി പ്രൊഫസർ കെ പരിവാർ കാ ഏക് സദസ്യ ബൻ ജാത്ത, ഹാച്ചി പ്രൊഫസറിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി മാറുന്നു. ഏത് ചിത്രമാണത്? ഇതാണ് അല്ലേ, ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഒന്നാമത്തത് ഹാച്ചി കുടുംബത്തിലെ അംഗമായി മാറുന്ന ചിത്രമാണ്. കണ്ട, എന്തോ എടുത്തുകൊണ്ടേ കൊടുക്കുകയാണ്. പിന്നെ പ്രൊഫസറിൻ്റെ ഭാര്യ എന്തോ പറയുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് നോക്കാം. ഹാച്ചിക്ക് പ്രൊഫസർ ഉഡാലേത്ത, ഹാച്ചിയെ പ്രൊഫസർ എടുക്കുന്നു. എന്താ, ഹാച്ചീനെ പ്രൊഫസർ എടുത്തു, കണ്ടോ. ഇനി മൂന്നാമത്തത്, ഹാച്ചി की स्मृति में സ്റ്റേഷൻ के बाहर उसकी പ്രതിമ സ്ഥാപിത് की गई है, ഹാച്ചിയുടെ ഓർമ്മയിൽ സ്റ്റേഷന്റെ പുറത്ത് അവളുടെ പ്രതിമ സ്ഥാപിക്കുന്നു. അതാണ് മൂന്നാമത്തെ, കണ്ടോ, ഹാച്ചിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ ചിത്രം. ഇനി നാലാമത്തത്, ഹാച്ചി കई दिनों से स्टेशन के बाहर प्रोफेसर के इंतजार में लेटा हुआ है, ഹാച്ചി കുറേ ദിവസങ്ങൾ സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറിനെ പ്രതീക്ഷിച്ച് കിടക്കുന്നു. അങ്ങനെയുള്ള ചിത്രം ഏതാണ്? ഇതാണ് അല്ലേ, പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. കണ്ട, പ്രതീക്ഷിച്ച് കിടക്കുന്നത്, വരും എന്ന പ്രതീക്ഷയിൽ കിടക്കുകയാണ്, വന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുന്നു. നാലാമത്തത്. ഇനി അഞ്ചാമത്തത്, ബക്സേമേ ബന്ദ് ചോടാ ഹുവാ പിള്ള ഹാച്ചി, ബോക്സിൽ ബന്ധിച്ച് ഉപേക്ഷിക്കപ്പെട്ട പിള്ള ഹാച്ചി, ഇതാണ് ബോക്സിൽ അടച്ച് ഉപേക്ഷിക്കപ്പെട്ട പിള്ള ഹാച്ചി അല്ലേ. ഇനി ആറാമത്തത്, പ്രൊഫസർ और ഹാച്ചി के बीच का रिश्ता लोग आश्चर्य से देखते हैं, പ്രൊഫസറിനും ഹാച്ചിക്കും ഇടയിലുള്ള ബന്ധം ആളുകൾ ആശ്ചര്യത്തോടെ നോക്കുന്നു. കണ്ടോ, ഇയാൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട്. അപ്പം അത്രയാണ് നമ്മൾ നമ്പർ ഇടേണ്ടത്. ഇനി ആ ചോദ്യത്തിൽ പ്രസംഗാനുകൂൽ വാക്യ ചുനുക്കർ ലിഖേം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗാനുകൂൽ വാക്യ ചുനുക്കർ ലിഖേം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പറിനനുസരിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഇനി എടുത്തെഴുതണം. ഇത് മൂന്നാമത്തെ ചിത്രമാണല്ലോ. അപ്പം ഈ ചിത്രത്തിൻ്റെ സെൻറ്റൻസ് ഈ 3 എന്ന നമ്പറാണ് അല്ലേ, അത് എഴുതുക. ആദ്യം 3 എന്ന ഈ സെൻറ്റൻസ് എഴുതാം. പിന്നീട് നമ്മൾ എഴുതേണ്ടത് അങ്ങനെ നേരെ വരുമ്പോൾ 3, ഈ ചിത്രത്തിന് 4 സെൻറ്റൻസ് എഴുതുക, ഇതിന് 1 എന്നുള്ള സെൻറ്റൻസ് എഴുതുക, ഇതിന് 2 എന്നുള്ള സെൻറ്റൻസ് എഴുതുക, ഇവിടെ 6 എന്നുള്ള സെൻറ്റൻസ് എഴുതുക, ഇവിടെ 5 എന്നുള്ള സെൻറ്റൻസ് എഴുതുക. അപ്പോൾ ഓർഡറായിട്ട് നമ്മൾ ചിത്രത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ചിത്രത്തിനനുസരിച്ചുള്ള സെൻറ്റൻസുകൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് നമ്പർ അനുസരിച്ച് നിങ്ങൾ എഴുതണം, ഇവിടെ എഴുതിയിട്ടില്ല. ഇനി വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, പഠേം ഓർ പ്രശ്ന ബനായേം എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് പാരഗ്രാഫ് വായിക്കാം. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा, जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था, लेकिन जो फिर कभी लौटकर नहीं आया. सर्दी, गर्मी, बरसात, बर्फ, हाची को इन सब से कोई फर्क नहीं पड़ा.
बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाची के साथ सड़क पर बैठकर रोती रहती और शायद उस मूग जानवर के प्रेम समर्पण व प्रतीक्षा पर അജരജ് കർത്തി. അത്രയാണ് പാരഗ്രാഫ് ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത് നോക്കാം. हाची ने कितने वर्षों तक अपने प्रोफेसर का इंतजार किया? ഹാച്ചി എത്ര വർഷം വരെയാണ് തൻ്റെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നത്? ക്വസ്റ്റ്യൻ മാത്രം തയ്യാറാക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ ആൻസറും നമുക്കറിയാം, എഴുതാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ മാത്രമാണ് തയ്യാറാക്കേണ്ടത്. ഹാച്ചി മൗസൻ കി കഠിനായിയോം സെ ക്യോം നഹീ ഡരാ? ഹാച്ചി പ്രകൃതിയുടെ ആ മാറ്റങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ആ പ്രയാസങ്ങളിൽ നിന്നൊന്നും എന്തുകൊണ്ടാണ് ഭയപ്പെടാതെ ഇരുന്നത്? പ്രൊഫസർ കി പത്നി കബ് ആത്തി ദി ഓർ വഹ് ക്യാ കർത്തി ദി? പ്രൊഫസറിന്റെ ഭാര്യ എപ്പോഴാണ് വന്നിരുന്നത്, അവരെന്താണ് ചെയ്തിരുന്നത്? പ്രൊഫസർ കി പത്നി ഹാച്ചി കോ ദേക്കർ ക്യോം രോത്തി ദി? പ്രൊഫസറിന്റെ ഭാര്യ ഹാച്ചിയെ കണ്ടപ്പോൾ കരയാനുള്ള കാരണം എന്തായിരിക്കും? ഹാച്ചി കെ വ്യവഹാർ സെ ഹമേ ക്യാ സീക്ക് മിൽത്തി ഹെ? ഹാച്ചിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? അത്രയാണ് നമ്മളിപ്പോൾ അതൊന്നുണ്ടാക്കിയ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമൂനയ്ക്ക് അനുസാർ ഗാലി ഗോളെ ബരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃക അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ഗോളങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സർവനാമവും വിഭക്തി പ്രത്യയവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറയാം. വഹ് എന്ന് പറഞ്ഞാൽ ഉസ് എന്നാണ്. വഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ് ആണ്. ഉസ്. വഹ് എന്നത് എപ്പോഴും എന്താണാവുക? ഉസ്. എന്താണാവുന്നത്? ഉസ് ആണ് വഹ് ആകുന്നത്. മനസ്സിലായോ? അപ്പോൾ വഹ് കണ്ട ഉടനെ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വരണം? ഉസ് എന്ന് വരണം. ഉസ് എന്ന് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ കണ്ടോ ഇവിടെ മേം ചേർത്തു. എന്നിട്ട് ആ മേം അങ്ങോട്ട് കൂട്ടിയത് ഉസ് നമ്മളെ മനസ്സിലുണ്ട് അല്ലേ? ഉസ് മേം. കണ്ടോ എത്ര കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി? ഉസ് മേം. കണ്ടല്ലേ? ഉസ് എന്നതാണ്. വഹ് പറഞ്ഞ ഉസ് ആണ് എന്ന് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഉസ് അതിൻ്റെ കൂടെ മേം. ഉസ് മേം. ആ ബാക്കിയൊക്കെ ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഉസ്ക, ഉസ്നെ അല്ലേ? വഹ് പറഞ്ഞ ഉസ് ആണല്ലോ. ഉസ്കെ, ഉസ് പർ, ഉസ്കോ, ഉസ്സേ, ഉസ്കി. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പം നമ്മൾ വഹിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ എന്തായി? ഉസ്ക അല്ലേ? വഹ് എന്താണ്? ഉസ്സാണെന്ന് മനസ്സിൽ മാത്രം വെക്കട്ടത്. ഉസ്സാണ് നിങ്ങൾ മനസ്സിലവിടെ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് മനസ്സൊന്നും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിലേക്ക് വിഭക്തി പ്രത്യയങ്ങൾ കാക്കേക്കി ഒക്കെ കൂട്ടി ചേർത്ത് അങ്ങോട്ട് എഴുതേണ്ടത്. ഉസ്ക. പിന്നെന്താണ്? ഓസ്നെ. ഓസ്നെ. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വഹ് ഉസ്സാണ് എന്നൊറ്റ കാര്യം മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ വരുന്നതോ ഉസ്കെ. എന്താണ്? ഉസ്കെ. ഇവിടെ കെ ആണല്ലോ. അപ്പോൾ ഉസ്കെ. ഇനി അടുത്തത് ഉസ് പർ. ഇവിടെ പറല്ലേ? അപ്പം എന്താണ്? ഉസ് പർ. ഉസ് പർ. ഉസ് പർ. ഇനി ഉസ് തന്നെയാണ്. പിന്നെ കോ അല്ലേ? ഉസ് കോ, ഉസ് കോ, ഉസ് കോ. പിന്നീട് വരുന്നതോ ഉസ് സേ. ഉ സ് സേ. എന്താണ്? ഉസ് സേ. ഉസ് സേ. ഇനി ഇവിടെ കീ ആണ്. അപ്പം എന്താ വരിക? അതെ, ഉസ്കി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. 1 മാർക്കാണ് നിങ്ങൾക്കത് ചെയ്താൽ കിട്ടുന്നത്. ഒരൊറ്റ ചോദ്യം തന്നെ വരുള്ളൂ, അതിനൊരു മാർക്കാണ്. ഉസ്കി. മനസ്സിലായോ? ഉസ്കി. അപ്പം അത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഇതിനൊരു പട്ടികയുണ്ട് നമ്മൾക്ക്. അതായത് എല്ലാ വിഭക്തി പ്രത്യയങ്ങളും സർവനാമവും വിഭക്തി പ്രത്യയവും കൂടെ ചേർന്നത് സർവനാമങ്ങളാണ് ഇതൊക്കെ. സർവനാമങ്ങളാണ് ഇതൊക്കെ താഴെ തന്നത്. മേം, ഞാൻ, ഹം, ഞങ്ങൾ, തു, നീ, തും, നിങ്ങൾ, വഹ് അവൻ, അവൾ എന്നൊക്കെയാണ് വഹിന്.
വഹ്, അവൻ, അവൾ, അത് എന്നൊക്കെയുള്ള അർത്ഥമാണ് വഹിന് വരിക. പിന്നെ യഹ്, ഇവൻ, ഇവൾ, ഇത് എന്നുള്ള അർത്ഥം വരും. വേ പറഞ്ഞാൽ അവർ, അവ, അദ്ദേഹം എന്നൊക്കെയുള്ള അർത്ഥം. ഇവർ, ഇവ, ഇദ്ദേഹം. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ പട്ടിക. നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് എഴുതുക. പിന്നെ വിഭക്തി പ്രത്യയങ്ങളാണ് ഈ മുകളിലുള്ള പ്രത്യയങ്ങൾ. കാ, കേ, കീ, കോ, മേം, സേ, പർ, നെ. അത് കാ, കേ, കി, നേ, കോ, സേ, മേം, പർ. പിന്നെ ഒരു കേലിയെ കൂടെ ഉണ്ടാവും. അങ്ങനെ എഴുതിച്ചിട്ടും പ്രശ്നമില്ല. ഈ മുകളിലുള്ളത് ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ തെറ്റാതിരിക്കണം. മനസ്സിലായോ? അപ്പം മേം പ്ലസ് കാ പറഞ്ഞാൽ മേര, മേം പ്ലസ് കെ മേരെ, മേം പ്ലസ് കി മേരി. അങ്ങനെതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ഇവിടെ ഇപ്പം നമ്മൾ പറയാൻ നിന്നാൽ നമുക്ക് ക്ലാസ് കുറച്ച് കൂടുതലായി പോവും. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇത് എഴുതിയെടുക്കുക. നമുക്കിതിൻ്റെ ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. നമൂനെ के अनुसार कहानी से शब्द युग्मों को चुनकर लिखें എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന മാതൃക സംഘ് സാത്ത് ഉണ്ടാ. സംഘ് സാത്ത് എന്ന മാതൃക പോലെ കഥയിൽ നിന്നും ശബ്ദ ജോഡികൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കഥയിലുള്ള ശബ്ദ ജോഡികൾ നോക്കാം. സംഘ് സാത്ത്, സാത്ത് സാത്ത്, ഉജൽത്തെ കൂദത്തെ, ഗേൽത്തെ ടഹൽത്തെ, उजक उजक कर, दिन भर, बैठे बैठे, പീച്ചെ പീച്ചെ. ഇനിയും ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ശബ്ദയുഗ്മം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ഈ തന്നിരിക്കുന്ന കാര്യവും നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ ശബ്ദയുഗ്മം എഴുതിയെടുക്കുക. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് എഴുതേണ്ടത് 3, 2, 5 എണ്ണം മതി. നമ്മളിവിടെ പിന്നെ 2, 4, 8 എണ്ണം വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണം എഴുതിയെടുക്കുക. ഇനി അടുത്ത ചോദ്യം, രേഖാങ്കിത ശബ്ദക്ക് വിശേഷത പഹച്ചാനെ. താഴെ തന്നിരിക്കുന്ന ശബ്ദത്തിൽ രേഖാങ്കിത അടിവരയിട്ട ശബ്ദം ഉണ്ടല്ലോ, ശാന്താർ. ശാന്താർ പിള്ള. ഇപ്പം ഈ ശാന്താർ എന്നത് എന്താണ്? ഇവിടെ വിശേഷണമാണ് അല്ലേ. എന്താണ്? വിശേഷണമാണ്. അപ്പം നമുക്ക് വിശേഷണ ശബ്ദമാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. നിമ്നലിഖിത പ്രത്യേക ശബ്ദ കാ പ്രयोग किन किन शब्दों की विशेषता सूचित करने के लिए किया है कहानी से ढूंढ कर लिखे. ഇവിടെ തന്നിരിക്കുന്നതൊക്കെ വിശേഷണ ശബ്ദമാണ്. മസ്ബൂർ, ബഹുത്ത്, റോസ്, ഗുലി, ഗഹരി, മൂഗ്. ഇതൊക്കെ എന്താണ്? വിശേഷണ ശബ്ദമാണ്. ഈ വിശേഷണ ശബ്ദം കൊണ്ട് നമ്മൾ എന്തിനെയോ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതെന്തിനെയാണ് വിശേഷിപ്പിച്ചത്? നമ്മൾ ഇവിടെ എഴുതേണ്ട വിശേഷ്യമാണ്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. മസ്ബൂർ എന്നാണ് അല്ലേ. മസ്ബൂർ ഹാലത്ത്. മസ്ബൂർ എന്നതിനെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്? ഹാലത്ത്. ഹാലത്ത് പറഞ്ഞ അവസ്ഥ. ബഹുത്ത് അജീബ് ലഗ, വളരെ വിചിത്രമായി തോന്നി. റോസ്ക സിൽസില, അതുപോലെ തന്നെ റോസ്ക നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് നിത്യവും എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. എന്നത്തെയും പോലെ. റോസ്ക സിൽസില. ഗുലി, ഗുലി ആങ്കോം. ഗുലി ആങ്കോം, തുറന്ന കണ്ണുകൾ. കണ്ണുകളെയാണ് ഇവിടെ തുറന്നത് എന്ന് പറഞ്ഞത് അല്ലേ. ഗഹരി, ദോസ്തിയാണ് ഇവിടെ ഗഹരി പറഞ്ഞത്. ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്. ദോസ്തി, ഗഹരി. ഇനി മൂഗ്. മൂഗ് ജാൻവർ. ജാൻവറിനെയാണ് മൂഗ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം എല്ലാത്തിൻ്റെയും നമുക്ക് കിട്ടി. മസ്ബൂർ ഹാലത്ത്, ബഹുത്ത് അജീബ് ലഗ, റോസ് കാ സിൽസില, ഗുലി ആങ്കെ, ഗഹരി, ദോസ്തി ഗഹരി ഹോത്തി. പിന്നെ അടുത്ത് വരുന്നത് മൂഗ് ജാൻവറാണ്. അപ്പം അത്രയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാക്യ പടേം വാക്യക്കെ അന്യ ശബ്ദോं के साथ രേഖാങ്കിത ശബ്ദ का संबंध पहचाने എന്നാണ്. മാലിക് മാനിനെ ലഗ, ബർഫ് ഗിർനെ ലഗി. അപ്പം നിങ്ങൾ നോക്കുക, ഈ രണ്ടിലും നേ ഉണ്ട് അല്ലേ. മാനിനെ, ഗിറിനെ. ഈ നേ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചേർക്കണം. ലഘു വരുമ്പോൾ ലഘുവിൻ്റെ തൊട്ട് മുമ്പേ എപ്പോഴും എന്ത് ചേർത്തിരിക്കണം? നേ എന്ന് ചേർത്തിരിക്കണം. പിന്നീട് വരുന്നത് ലഘ, ലഘി, കർത്താവിനനുസരിച്ചിട്ടാണ് വരുന്നത്. മാലിക്കാണ് ഇവിടെ, അതുകൊണ്ട് ലഘ വന്നു. ബർഫ് ആയതുകൊണ്ട് എന്താണ്? ലഘി വന്നു.
അപ്പം ലഘ് ജോഡ്കർ വാക്യ ലിഖേ, കർത്താവിനനുസരിച്ചാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും മാറുന്നത്. അപ്പോൾ നമുക്ക് ലടുക്ക, ലടുക്കി, ലടുക്കെ, ലടുക്കിയാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം, ഏകവചനം, ബഹുവചനം ഒക്കെ ഇതിൽ നിന്ന് മാറും. ഇത് പുല്ലിംഗം ഏകവചനമാണ്, ഇത് സ്ത്രീലിംഗം ഏകവചനമാണ്, ഇത് പുല്ലിംഗം ബഹുവചനമാണ്, ഇത് സ്ത്രീലിംഗം ബഹുവചനമാണ്. എന്താ അങ്ങനെ പറഞ്ഞാലേ? ലടുക്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ഒരാളേ ഉള്ളൂ, അപ്പോൾ അത് പുല്ലിംഗം ഏകവചനം. ലടുക്കി ഒരു പെൺകുട്ടിയാണ്, അപ്പം സ്ത്രീലിംഗം ഏകവചനം. സ്ത്രീലിംഗമാണ് ഏകവചനം പറഞ്ഞാൽ ഒരാൾ. ലടുക്കേ ആൺകുട്ടികളാണ്, അപ്പോൾ അത് പുല്ലിംഗം ബഹുവചനം, കൂടുതലുണ്ട്, പുല്ലിംഗം ബഹുവചനം. ഇവിടെ സ്ത്രീലിംഗം ബഹുവചനം, ഇവിടെ ലടുക്കിയാം പെൺകുട്ടികളാണ്. അപ്പം നമുക്കിവിടേക്ക് നേരത്തെ ഇവിടെ ലഗാ, ലഗി നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ, അതുപോലെ ലടുക്ക, ദേക്കിനെ എന്താ വരിക? ലഗാ, ദേ ലടുക്ക, ദേക്കിനെ ലഗാ. ലടുക്കിയാകുമ്പോഴോ ദേക്കിനെ ലഗി അല്ലേ? ലടുക്കേന്നാകുമ്പോഴോ ദേക്കിനെ ലഘേ. ലടുക്കിയാം എന്നാണെങ്കിലോ ദേക്കിനെ ലഗീം. അപ്പം നമുക്കതിൻ്റെ ആൻസർ എഴുതിയത് നോക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ എഴുതിയത്. ലടുക്ക ദേക്കിനെ ലഗാ, ലടുക്കി ദേക്കിനെ ലഗി, ലടുക്കെ ദേക്കിനെ ലഗേ. അടുത്ത എന്താണ്? ലടുക്കിയാം, ലടുക്കിയാം ദേക്കിനെ ലഗീം. കണ്ടോ? അത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പഠേം ഓർ ലിഖേം. समय के साथ हाची बूटा हो गया लेकिन उसने इंतजार करना नहीं छोड़ा. സമയം പോകുന്നതിനോടനുബന്ധിച്ച്, അത് കാലം പോയിക്കൊണ്ടിരിക്കെ ഹാച്ചി വൃദ്ധയായി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ, പക്ഷേ അത് അതിൻ്റെ കാത്തിരിപ്പ് ഒരിക്കലും ഉപേക്ഷിച്ചില്ല. 1935 പറയുന്നത് അല്ലേ? ഉസി ജഗ ബൈട്ടേ ബൈട്ടേ ഉസ്നെ ദം തോട് ദിയ. 1935 അതേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ അതെന്തായി? അതിൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. ഓ സമയ ബർഫ് ഗിർ രഹീദി, ആ സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് ഗുലി ആംഗേം കോ ജൈസെ അബ് ബി ഇന്തസാർദെ. മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയാണ് നിഴലിച്ച് കണ്ടിരുന്നത് അല്ലേ? അപ്പം എന്താണ് നമ്മളോട് പറഞ്ഞത്? പ്രൊഫസർ യുവിനേക്ക് ഇന്തസാർമേ ബൈഠേ ബൈഠേ 1935 ഹാച്ചിനെ ദം തോട് ദിയ ഇസ് പർ സമാചാർ തയ്യാർ കരേം. ഈ ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമാചാർ പത്രം തയ്യാറാക്കാനും പറഞ്ഞത്. അപ്പം നമ്മൾ സമാചാർ തയ്യാറാക്കുമ്പോൾ അതിനെപ്പോഴും സൈഡ് ഹെഡിങ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം ഇവിടെ തന്നെ തന്നിട്ടുണ്ട് സൈഡ് ഹെഡിങ്. അപ്പം നമ്മൾ ഈ ഹെഡിങ് അങ്ങോട്ട് എഴുതാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്ഥലത്തിൻ്റെ പേര് എഴുതാം, പിന്നീട് വിവരിച്ച് അങ്ങോട്ട് എഴുതുക അല്ലേ? അപ്പം നമുക്കതിൻ്റെ ആൻസർ ഉണ്ടാക്കിയ നോക്കാം. അപ്പം എന്താണ് നമ്മളിവിടെ ഹെഡിങ് കൊടുക്കേണ്ടത്? എന്താണ്? നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഹെഡിങ് കൊടുക്കാൻ. പ്രൊഫസർ യോനേക്കെ ഇന്തസാർമേ ബൈട്ടേ ബൈട്ടേ 1935 ഹാച്ചി ദം തോട് ദിയ. ഇത് എഴുതുക. എന്നിട്ട് ഇനി ഈ ഹെഡിങ് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്ക് അവിടെ തന്നതുകൊണ്ട് ആ ഹെഡിങ് എഴുതുക. എന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് ടോക്കിയോ, ടോക്കിയോ എന്ന സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ഹാച്ചി നാംക ഏക്ക് പാൽത്തു കുത്ത ജോ അക്കീദ നസ്ലിക്കാത. ഹാച്ചി എന്ന പേരായിട്ടുള്ള ഒരു പാൽത്തു കുത്ത, വളർത്തു മൃഗം, വളർത്തു നായ, അത് ഏത് വംശത്തിൽപ്പെട്ടതായിരുന്നു? അക്കീദ വംശത്തിൽപ്പെട്ടതായിരുന്നു. ആജ് ഷിബുയ സ്റ്റേഷൻ പറ, ഏത് സ്റ്റേഷനിലാണ്? ഷിബുയ സ്റ്റേഷനിൽ വെച്ചിട്ട് ദം തോട് ദിയ, ജീവൻ ഉപേക്ഷിച്ചു, അതായത് മരിച്ചു. ഹാച്ചി പിछले 9 साल से हर रोज स्टेशन पर अपने मालिक പ്രൊഫസർ യുവിനെ का इंतजार करता था. ഹാച്ചി കഴിഞ്ഞ 9 വർഷമായിട്ട് നിത്യവും സ്റ്റേഷനിൽ തൻ്റെ മാലിക്കായിട്ടുള്ള പ്രൊഫസർ യുഎന്നയെ ഇന്തസാർ കർത്താ ദ, പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു. 1925 में പ്രൊഫസർ കി മൃത്യു ഹോ ഗയി തി. 1925 പ്രൊഫസർ മരിച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ആച്ചിക്കോ യഹ് ബാത് സമജ് നഹി ആയി, പക്ഷേ ആച്ചിക്ക് ആ കാര്യം അറിയുമായിരുന്നില്ല. വഹ് റോസ് സ്റ്റേഷൻ ആത്ത, അവൾ
കൃത്യവും സ്റ്റേഷനിലേക്ക് വന്നു. ബൈർത്ത ആർ ദേർ രാത് തക്ക് ഇന്തസാർ കർത്ത, അവിടെ ഇരിക്കും, രാത്രി കുറേ രാത്രി വൈകി വരെ പ്രതീക്ഷിച്ചിരിക്കും. ലോഗ് ഉസേ ഗാന ഗിലാത്തെ, ആളുകൾ അവൾക്ക് ഭക്ഷണം നൽകി. ജബ് ആജ് വഹ് മര, ഇന്ന് അവൾ മരിച്ചിരിക്കുന്നു. തബ് ബി ഉസ്കി ആങ്കെ ഗുലീദി, ജബ് എപ്പോഴാണോ, ഇന്ന് എപ്പോഴാണോ അവൾ മരിച്ചത്, തബ് ബി അപ്പോഴും, ഉസ്കി ആങ്കെ ഗുലീദി അവളുടെ കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ജയ്സേ വഹ് അബ് ബി അപ്പനെ മാലിക് കി രാഹ് ദേഖ് രഹാ ഹോ, അത് കണ്ട എന്താ തോന്നുക, ഇപ്പോഴും അവൾ തൻ്റെ മാലിക്കിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ എന്ന് തോന്നും. ഇസ് ഖബർ സേ സബി ലോഗ് ദുഃഖി ഹെ, ഈ വാർത്ത അറിഞ്ഞ എല്ലാവരും ദുഃഖിതരാണ്. ഇതാണ് നമ്മളുടെ വാർത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ വാർത്ത ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഇത് ഒന്നിച്ചെഴുതാം കേട്ടോ. ടോക്കിയോ എന്നുള്ള പേര് കൊടുത്തിട്ട് ബാക്കി ഇതായി 3 പാരഗ്രാഫ് എഴുതിയതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഒരു ഹെഡിങ് കൊടുക്കുക, സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക, ബാക്കി എല്ലാതും കൂടെ ഒറ്റ പാരഗ്രാഫായിട്ട് അങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ഉള്ളത്. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി എല്ലാതും നോക്കി. ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ ക്ലാസ് കാണുന്നതിനിടയ്ക്കൊന്ന് എഴുതി അറിയിക്കണം കേട്ടോ. മെസ്സേജ് ചെയ്യണേ, തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ഫുള്ളായിട്ട് കാണുക.